പാറപ്പുറത്ത് കയറി നിൽക്കുകയാണ് എല്ലാവരും തന്നെ. എല്ലാവർക്കും എങ്ങനെയുണ്ട് ഈ സ്ഥലം വന്നിട്ട്? അടിപൊളി. ഇനിയും വരാൻ ഉദ്ദേശമുണ്ടോ? ഇനിയും വരും. സിബൂസ് മീഡിയയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറയിലാണ്. പൂഞ്ചിറ എന്ന് പറയുമ്പോൾ ചിറയൊന്നും നിങ്ങൾ കാണുന്നില്ല, അല്ല ശരിയല്ലേ? ഇലവീഴ പൂഞ്ചിറയുടെ ഒരു മലമുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല സൈറ്റാണ്. താഴെ കാണുന്നത് പുഴയാണ് കാണുന്നത്. ഇടുക്കി ഡാമിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ്. തൊടുപുഴ ആറാണ്. അതിന് ശേഷം മൂവാറ്റുപുഴയിലേക്ക് ഒഴുകി പോകുന്ന ഈ ഒരു ആറാണ് ഈ കാണുന്നത്. ഇവിടെ എപ്പോഴും നല്ല കാറ്റും നല്ല തണുപ്പും, ഉച്ച സമയത്താണെങ്കിൽ പോലും നല്ല തണുപ്പും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്നും തൊടുപുഴ, മുട്ടം, മേലുകാവ് എന്നിവിടങ്ങളിലൂടെയാണ് ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയത്. എറണാകുളം, മൂവാറ്റുപുഴ എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇവിടേക്ക് എത്താൻ ഏറ്റവും എളുപ്പമായ വഴി ഇതുതന്നെയാണ്. ഇവിടെ സഞ്ചാരികൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലവീഴ പൂഞ്ചിറ എന്ന മൂവിയിലൂടെയാണ് ഈ പ്രദേശത്തിന് വ്യാപകമായ പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മേലുകാവ് വില്ലേജിൽ ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറിനടുത്തായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200ഓളം അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ഉള്ളിലാണ് ഇല്ലിക്കൽ കല്ല് എന്ന ടൂറിസ്റ്റ് സ്പോട്ടും സ്ഥിതി ചെയ്യുന്നത്. വ്യൂ പോയിന്റിലേക്കുള്ള വഴി കല്ലുകൾ നിറഞ്ഞ മൺവഴികൾ തന്നെയാണ്. രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും ഉചിതം. നല്ല മഴക്കാലത്തും ഇവിടേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. മഴ തീരുന്ന സീസണിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ നല്ല കാലാവസ്ഥയും പച്ചപ്പുമൊക്കെയായി കാഴ്ചയിൽ മിടുക്കിയായി തന്നെയാവും ഈ വ്യൂ പോയിൻ്റ്. ഞങ്ങൾ താഴെ നിന്നും നടന്നു തന്നെയാണ് പോകുന്നത്. ജീപ്പിൽ വേണമെങ്കിലും ഇവിടേക്ക് എത്താവുന്നതാണ്. ജീപ്പിൽ പോയാലും ഏകദേശം ഒരു 100 മീറ്ററോളം മല കയറി നടക്കേണ്ടിയും വരും. കാൽനടയായി മാത്രം നടന്നാൽ ഒരു സൈഡിലേക്ക് തന്നെ 500 മീറ്ററോളം നടക്കേണ്ടിയും വരും. ഉച്ച സമയം ആയതിനാൽ നല്ല വെയിലാണ്. ചെറിയ ഒരു കാറ്റുള്ളത് കൊണ്ട് ചൂട് അധികമായി ഫീൽ ചെയ്യുന്നില്ല. ഇവിടേക്ക് വരുന്നവർ വാഹനത്തിൽ ആവശ്യത്തിന് ഫ്യൂവലൊക്കെ ഫിൽ ചെയ്ത് തന്നെ വരിക. ഇവിടുത്തെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഫ്യൂവൽ പമ്പ് കാണാനുമില്ല. അതേപോലെ തന്നെ വ്യൂ പോയിന്റിലേക്ക് നടക്കുമ്പോൾ കുടിവെള്ളം കരുതുന്നതും നല്ലതാണ്. നല്ല വെയിലായതിനാൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ചെറിയ കാറ്റാണ് ഒരു ആശ്വാസം. വലിയ കയറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റുന്നവർക്ക് അതാണ് നല്ലത്. അഫ്രപാളികളിൽ കണ്ട മനോഹര കാഴ്ചകൾ ഇവിടെ നേരിൽ കാണുമ്പോൾ മനസ്സിന് ഒരു കുളിർമ. ഇവിടെ നിന്നും നല്ല വ്യൂസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പുകപടലം പോലെ അന്തരീക്ഷം നിലകൊള്ളുന്നതിനാൽ ദൂരക്കാഴ്ച വ്യക്തമല്ല. ഇവിടെ നിന്നും നോക്കിയാൽ തൊടുപുഴ ടൗണും കൊച്ചിയുടെയും ആലപ്പുഴയുടെയും കുറേ കാഴ്ചകൾ ലഭിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കാഞ്ഞാർ ടൗണും മലങ്കര ഡാം പ്രദേശവും ഒക്കെ കാണാം. ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഒഴുകിപ്പോകുന്ന പുഴയാണ് താഴെ കാണുന്നത്. ഈ പുഴ കാഞ്ഞാർ, തൊടുപുഴ, മൂവാറ്റുപുഴ വഴി ഒഴുകി അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ മലയിലേക്ക് എല്ലാവർക്കും കുന്നില്ലാതെ തന്നെ വളരെ സ്ട്രെയിൻ ചെയ്യാതെ നടന്ന് കയറാവുന്നതാണ്. വളരെ കുന്നുള്ള ഒരു മലയല്ല ആയതിനാൽ തന്നെയാണ് അങ്ങനെ സ്ട്രെയിൻ ചെയ്യാതെ കയറാം എന്ന് പറയുന്നത്. ഇവിടെ അധികം മരങ്ങളൊന്നും തന്നെയില്ല. മിക്കയിടത്തും തന്നെ ചിറ്റീന്ത് എന്ന് പറയുന്ന ഒരിനം ചെടിയും തെരുവയും മറ്റ് പുല്ലുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നാൽ ഒരു സ്ഥലത്തും തണൽ പ്രതീക്ഷിക്കേണ്ടതില്ല. നല്ല വേനൽക്കാലത്ത് കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയും ഉള്ള ഒരിടം കൂടിയാണ് ഇത്. മുകളിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടം പോലീസിൻ്റെ ഒരു വയർലെസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങൊക്കെയുണ്ട്. ഇവിടെ എല്ലാ സമയത്തും വയർലെസ്സുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് പോലീസുകാരുമുണ്ട്. കോട്ടയം ജില്ലയുടെ പ്രധാന പോലീസ് വയർലെസ് സ്റ്റേഷനിൽ ഒന്നാണിത്. ഈ കാണുന്ന ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പഴയൊരു ക്യാബിൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇത് മുമ്പ് മറ്റേതോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചതാണെന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ നശിച്ചു കിടക്കുന്നു. ഇവിടെ മുൻപ് ഉപയോഗിച്ചിരുന്ന കാറ്റുകൊണ്ട് കറങ്ങുന്ന പങ്കയുടെ അവശിഷ്ടങ്ങളും കാണാം. എന്തുതന്നെയായാലും വലിയ ഒരു പബ്ലിസിറ്റി
സിനിമയിലൂടെ തന്നെയാണ് ഈ സ്ഥലത്തിന് ലഭിച്ചത്. ഹൈ റേഞ്ച് മേഖലകളിൽ അത്യാവശ്യം വഴി, വാഹന സൗകര്യങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തന്നെയാണ്. ഇവിടെ വെച്ച് പരിചയപ്പെട്ട പുത്തൻകുരിശുകാരനായ ഒരു വ്യക്തി നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അയാളുടെ വാക്കുകളൊന്ന് കേട്ട് നോക്കാം. എറണാകുളം പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കേട്ടറിഞ്ഞ് നല്ല ഭംഗിയുള്ള സ്ഥലമെന്ന് അറിഞ്ഞു, ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കാണാനായിട്ട് വന്നതാണ്. ഒത്തിരി നാളുകളെ ആഗ്രഹിക്കുന്നതാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇവിടെ വരാൻ സാധിച്ചത്. വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത്, അത് ശരിക്കും അർത്ഥവത്തായ രീതിയിലുള്ള ഒരു പ്രദേശം കൂടിയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോയിലിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിലേക്കായി ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. വ്യൂ പോയിന്റിൽ നിന്നും ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി താഴെ ഭാഗത്തുള്ള ഇലവീഴ പൂഞ്ചിറ തടാകത്തിലേക്കാണ് പോകുന്നത്. ഇലവീഴ പൂഞ്ചിറയെക്കുറിച്ച് പല ഐതിഹ്യ കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ പ്രസിദ്ധമായ കഥ പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവർ ഇവിടെ വനവാസകാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്നെന്നും പാണ്ഡവരുടെ പത്നി ഇവിടെയുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി ദേവന്മാർ ഒളിച്ചിരുന്ന് അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ തുനിയുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. തക്ക സമയത്ത് തന്നെ അർജുനൻ്റെ അച്ഛനായ ഇന്ദ്രദേവൻ ഈ കുളത്തിനു ചുറ്റും പൂക്കൾ കൊണ്ട് ഒരു മതിൽ തീർത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇന്ന് കാണുന്ന മരങ്ങളോ ചെടികളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ദേവന്മാരെ പറ്റിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നു. കുളത്തിനു ചുറ്റും അക്കാലത്ത് മരങ്ങളോ ചെടികളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇലകളൊന്നും വീഴാതെ ഇപ്രകാരം ഇലവീഴ പൂഞ്ചിറ എന്ന പേര് കിട്ടിയെന്നും പറയപ്പെടുന്നു. എന്തു തന്നെയായാലും ഇന്ന് ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന ഒരിടം തന്നെയാണ് ഇവിടം. ഈ ചിറയിലെ വെള്ളം കുടിവെള്ളമാണെന്ന് ഇവിടെ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അമൃത് സരോവർ കുടിവെള്ളം. ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത്. യാത്രക്കാർ ആരും തന്നെ ഇവിടെ വേസ്റ്റ് ഇടുകയോ മലിനമാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. ഏകദേശം 1 ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒരു ചിറയാണിത്. എന്തൊക്കെയായാലും നല്ല തെളിഞ്ഞ തടാകമാണ്. ഇല ഒന്നും തന്നെ തടാകത്തിൽ വീണ് കിടക്കുന്നതായി കാണാനുമില്ല. അതിശയോക്തി ഒട്ടും തന്നെ കലർത്തിയിട്ടില്ല. ഒരു പ്രാവശ്യം വന്നു പോകുന്നതിൽ നഷ്ടബോധം തോന്നില്ല. പക്ഷേ വരുന്നവർ പച്ചപ്പ് നിറഞ്ഞ സമയത്ത് രാവിലെയോ വൈകുന്നേരമോ വരിക. എങ്കിൽ നിങ്ങൾക്ക് മഞ്ഞിൻ്റെ കുളിർമ ആസ്വദിക്കാനും കാണാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലുള്ള മറ്റ് പലവിധ വീഡിയോകളുമായി നമുക്ക് ഒത്തുചേരുന്നത് വരെ ഗുഡ് ബൈ.